ടീച്ചർ കേൾക്കണ്ട. ടീച്ചർ കേൾക്കാല്ലേ? കൈവീശ് കൈവീശ് കൈവീശ്. ടീച്ചർ പറയാ കൈവീശിക്കോ. നിനക്ക് ചാടാൻ പറ്റുമ്പോ ചാടിക്കോ. ടീച്ചർ പറയണ്ടേ? മിഥില ടീച്ചറുടെ വിളിയാണ് മുഹമ്മദ് റിഫൈനിന്റെ ലക്ഷ്യം. ചുറ്റിലും പടരുന്ന ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ നിന്ന് റിഫൈൻ ആ ശബ്ദം ഒപ്പിയെടുക്കും. പിന്നെ ഒരു ചാട്ടം. ടീച്ചർ ഓടിയെത്തും. പറ്റിയ പിഴവ് അവന് വേദനിക്കാതെ പറഞ്ഞുകൊടുക്കും. അടുത്ത അവസരത്തിന് വീണ്ടും ഒരുക്കും. ഉൾക്കണ്ണിന്റെ കാഴ്ച കൊണ്ട് സ്പോട്ട് ലോങ് ജമ്പിൽ സംസ്ഥാന തലം വരെ എത്താൻ അവനൊഴുക്കി വേർപ്പോർക്കുമ്പോൾ മിഥില ടീച്ചറുടെ കണ്ണുകൾ നിറയും. അകക്കണ്ണിൽ അവൻ ആ കണ്ണീർ കാണാം. എൻ്റെ ഒരു വാശിയായിരുന്നു ഇവനെ സ്റ്റേറ്റിലേക്ക് എത്തിക്കണം എന്നുള്ളത്. സന്തോഷം കൊണ്ടാട്ടോ കരയുന്നത്. നല്ല സന്തോഷം കൊണ്ടാണ് കരയുന്നത്, വേറെ ഒന്നുമല്ല. സ്റ്റേറ്റ് ജില്ലയിലേക്ക് വരുമ്പോൾ എനിക്കൊരു വാശിയായിരുന്നു ഇവനെ സ്റ്റേറ്റിലേക്ക് എത്തിക്കണം എന്നുള്ളത്. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തു. അന്നത് കാണിച്ചു തന്നെ എനിക്ക്. സ്പോർട്സിൽ മാത്രമല്ല കലാരംഗത്തും കഴിവ് തെളിയിച്ചിട്ടുണ്ട് റിഫൈൻ. പാട്ടുകൾ ചിട്ടപ്പെടുത്തി പാടുന്നതാണ് റിഫൈനിന്റെ വിനോദം. ഇൻസ്റ്റാഗ്രാം പേജിൽ റിഫൈനിന്റെ പാട്ടുകൾക്ക് ആരാധകരേറെ. കതിരൊളിയാം കനകദീപ കതിരൊളിയാം കനകദീപ കമറുദിച്ചത് പോലെ മണ്ണിൽ വന്നൊരു നബി. പൊന്നാനി URCയുടെ ഭാഗമായാണ് മുഹമ്മദ് റിഫൈനും മിഥില ടീച്ചറും തിരുവനന്തപുരത്തെത്തിയത്. സ്പോട്ട് ലോങ് ജമ്പിനത്തിൽ മലപ്പുറം ടീമിലെ പൂർണ്ണമായും കാഴ്ചയില്ലാത്ത ഒരേയൊരു അത്ലറ്റ് കൂടിയാണ് റിഫൈൻ. ഒന്നാമതെത്തുന്നവർ മാത്രം ജയിക്കുന്നതാണ് കായികമേളയുടെ ശീലം. എന്നാൽ ഇൻക്ലൂസീവ് വേദിയിൽ എല്ലാവരും ജയിക്കുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നത് കൂടിയാണ് സംസ്ഥാന കായികമേളയുടെ ഇൻക്ലൂസീവ് വിഭാഗത്തിന്റെ പ്രത്യേകത. റിഫൈനെ പോലെ ഒരുപാട് കുട്ടികൾക്കുള്ള അവസരം കൂടിയാണ് ഇത്തവണത്തെ സ്കൂൾ ഒളിമ്പിക്സ്. ദീപകിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് രുചീഷ് രവീന്ദ്രൻ, ന്യൂസ് മലയാളം.